അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞത് കണ്ടാൽ അത് തുടരുതെന്നും മുന്നറിയിപ്പ്. കപ്പൽ പൂർണ്ണമായും മുങ്ങിയെന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കണ്ടെയ്നർ കണ്ടാൽ ഉടൻ തന്നെ 112 എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കണ്ടെയ്നറിൽ അപകടകരമായ വസ്തു ഉള്ളതിനാൽ തീരത്താകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. കപ്പലിലെ ഇന്ധനവും ചോർന്നിട്ടുണ്ട്. ഡോണിയർ വിമാനം ഉപയോഗിച്ച് കടലിൽ പരന്ന എണ്ണ നശിപ്പിക്കാനുള്ള പൊടി തെളിക്കാൻ തുടങ്ങി. മണിക്കൂറിൽ 3 കിലോമീറ്റർ വേഗത്തിലാണ് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നത്. കണ്ടെയ്നർ കണ്ടാൽ അടുത്തു പോകാനോ തൊടാനോ ശ്രമിക്കരുത്. കുറഞ്ഞത് 200 മീറ്ററെങ്കിലും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. കപ്പൽ മുങ്ങിയ സ്ഥലത്തു നിന്നും 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥയും ചുഴലിക്കാറ്റിലും അകപ്പെട്ടാണ് ചരക്കു കപ്പലായ MSC എൽസ 3 അറബിക്കടലിൽ ചരിഞ്ഞത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും 16.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിലാണ് അടിയാൻ സാധ്യത. തിരുവനന്തപുരം, ആലപ്പുഴ, അമ്പലപ്പുഴ, ആറാട്ടുപുഴ, കരുനാഗപ്പള്ളി എന്നീ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്.